നടപടികൾ പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഭരണഘടന, പട്ടികജാതി പട്ടികവർഗ ഉത്തരവുകൾ, രണ്ടാം ഭേദഗതി ബിൽ 2022 ലോക്സഭ പാസാക്കി. ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് കേന്ദ്രം വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരികയാണെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ലോക്സഭയിൽ പറഞ്ഞു. 2017 അവതരിപ്പിച്ച ദേശീയ ആരോഗ്യ നയത്തെക്കുറിച്ചും ആയുഷ്മാൻ ഭാരത് പോലുള്ള പദ്ധതികളെക്കുറിച്ചും മാണ്ഡവ്യ വിശദീകരിച്ചു. यही आईसीएमआर ने प्रधानमंत्री जी के निर्देश के अनुसार अपने साइंटिस्ट को काम पे लगाया। रिसर्च होना ये देश के लिए बहुत दूर की बात थी। यही प्रधानमंत्री जी ने हमारे साइंटिस्ट का हौसला बढ़ाया और हमारे आईसीएमआर ने एफर्ट लिया और दुनिया कोविड का वैक्सीन लेके आई। हिंदुस्तान आईसीएमआर के सहयोग से इंडिया में भी इंडिजिनियस वैक्सीन बन गया। ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ വിവരങ്ങൾ അനുസരിച്ച് 2021-22 313 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ 596 മെഡിക്കൽ കോളേജുകൾ രാജ്യത്തുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി ഭാരതി പ്രവീൺ പവാർ സഭയെ അറിയിച്ചു. 46,560 ഗവൺമെന്റ് MBBS സീറ്റുകൾ ഉൾപ്പെടെ 89,875 MBBS സീറ്റുകളും രാജ്യത്തുണ്ടെന്ന് ഭാരതി പ്രവീൺ പറഞ്ഞു. ടെലിവിഷൻ പരിപാടികളിൽ പങ്കെടുക്കുന്ന പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ മാനസിക സംഘർഷം കുറയ്ക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി പറഞ്ഞു. അന്റാർട്ടിക് ബിൽ 2022 കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. അന്റാർട്ടിക് പരിസ്ഥിതിയെയും അതിന്റെ ആശ്രിതവും അനുബന്ധവുമായ ആവാസ വ്യവസ്ഥയെയും സംരക്ഷിക്കുന്നതിന് ഇന്ത്യയുടെ സ്വന്തം ദേശീയ നടപടികൾ വേണമെന്നതാണ് ബിൽ ലക്ഷ്യമിടുന്നത്. മിനിമം താങ്ങുവിലയും കർഷകരുടെ പ്രശ്നവും അവലോകനം ചെയ്യാൻ ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്ര സിംഗ് തോമർ രാജ്യസഭയിൽ പറഞ്ഞു. കൃഷി ശാസ്ത്രജ്ഞർ, സാമ്പത്തിക വിദഗ്ധർ, കർഷക സംഘടനകൾ എന്നിവയിൽ നിന്നുള്ള അംഗങ്ങൾ സമിതിയിലുണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. കർഷകരുടെ പേരുകൾ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുന്നതിന് കർഷക സംഘടനകളോട് നിർദ്ദേശം തേടിയിട്ടുണ്ട്. സമിതി രൂപീകരിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. प्रधानमंत्री जी की घोषणा के अनुरूप सरकार समिति बनाने के लिए प्रतिबद्ध है और उस समय प्रधानमंत्री जी ने कहा था कि प्राकृतिक खेती, क्रॉप डाइवर्सिफिकेशन और MSP को प्रभावी और पारदर्शी बनाने के लिए केंद्र सरकार, राज्य सरकार, वैज्ञानिक, अर्थशास्त्री और किसानों के प्रतिनिधियों की एक समिति बनाएगी। वो समिति विचार करके अपनी रिपोर्ट देगी. നെല്ല് സംഭരിച്ചതിലൂടെ ലഭിച്ച തുക കർഷകന്റെ അക്കൗണ്ടിലേക്ക് നേരിട്ട് എത്തിക്കുകയാണ് ചെയ്യുന്നതെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ സഭയെ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.